നെയ്യ് ഒഴിച്ചു. നെയ്യ് നല്ല ടേസ്റ്റ്. അത് ഇത്രയധികം കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റും ഇല്ല. പട്ട മധുരാണ്. നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളതൊന്നും അറിയില്ല. തെങ്ങിന്റെ ഇടയ്ക്കാ നിക്കണേ, അല്ലാണ്ട് ഇപ്പൊ മുട്ടാണോ പൊട്ടിക്കണേ? മുട്ട എനിക്ക് മനസ്സിലായോ? ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണഗിരിയാണ് കേട്ടോ. കൃഷ്ണഗിരിയിൽ ഞങ്ങള് മറ്റേ ഗ്രാനൈറ്റിന്റെ ഫാക്ടറികളും അതേപോലെ കോറികളൊക്കെ കാണാനായിട്ട് വന്നതാണ്. അപ്പൊ അതൊക്കെ കണ്ടു. അപ്പൊ ഇന്നലത്തെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. നമുക്ക് കൃഷ്ണറിലേക്കും അതുപോലെ തന്നെ അതിന്റെ മറ്റുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണേന്നും അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറയേണ്ടത്. വെറും 35 രൂപ മുതൽ ഗ്രാനൈറ്റ് നല്ല എന്തിട്ട് അതിന്റെ പേര് പാരഡൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്ന സ്ഥലം വരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ്. സംഭവം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും വില ഭയങ്കരമൊക്കെയാണ് പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കൃഷി സ്ഥലങ്ങൾ തപ്പിയിട്ട് നല്ല എന്താ പറയാ ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങൾ എന്നിട്ട് അതിന് പറയാം ഉണ്ടായിട്ടുള്ളത് കേബേജ്, പിന്നെ ഇതെന്താ ഒരു സ്ഥലത്തിനെ പറ്റി ബ്രോക്കോളി ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫ്ലവർ, നെൽകൃഷിയും പിന്നെന്തിട്ട് മാങ്ങ, മറ്റേ വഴുതനങ്ങ കൃഷി അതൊക്കെ കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി എന്താ പറയാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് മെല്ലെ പോവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ കൃഷ്ണഗിരിയിൽ നിന്ന് നേരെ നമ്മൾ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ കരിങ്കൽ കോറിയുടെ വീഡിയോയും അതുപോലെ ഗ്രാനൈറ്റിന്റെ അറിവിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കണ്ടോളാം. ഇപ്പൊ നമ്മൾ നേരെ പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി റൂട്ടിൽ കേട്ടോ. കൃഷ്ണഗിരി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റ് ഫാക്ടറിയുടെ ഇപ്പൊ നമ്മള് ഇവിടുന്ന് എന്താ പറയാ എനിക്ക് തോന്നുന്നു 15 കിലോമീറ്റർ ടൗണിൽ നിന്ന് ഓടിയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി പാറക്കൂട്ടത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിയൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചിട്ടുള്ള പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ഒക്കെ മലയുടെ മുകളിൽ നിന്ന് പൊട്ടിച്ച് എങ്ങനെ ഇത് കൊണ്ടുവരുന്നു, അറുത്ത് മാറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു മലയുടെ ചോട്ടിക്കൂടിയാണ് കേട്ടോ നമ്മുടെ സഞ്ചാരം ഇന്ന് മൊത്തം. ഭംഗിക്ക് മുട്ടണ്ട അല്ലേ? അതെ, ഇത് വെറുതെ കിടക്കണ ഒരു കല്ല്. നമ്പറൊക്കെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടാ. വെറുതെ കിടക്കണമെന്നല്ല, റോട്ടിൽ പൊളിച്ചുകൊണ്ടിട്ടേക്കല്ലേ. ആ പാറയില്ലേ, ആ പാറയെന്ന് ചിലപ്പോ പൊളിച്ചുകൊണ്ടിട്ടുള്ളതൊക്കെ അറിയില്ല കേട്ടാ. നോക്കി ഇത്രയും പോന്ന കട്ട ഇതിന് എത്ര പീസ് ഗ്രാനൈറ്റ് കിട്ടുന്ന അറിയോ നമുക്ക്? ഒരു വീടിനല്ല 3 വീടിനുള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു വീടിനുള്ള ഒരെണ്ണല്ല. അതെ, ഇവിടെ നോക്കി അതിന് പോസ്റ്റ് ഒക്കെ നോക്ക്. അതിന്റെ ഡിസൈൻ ഒന്നും ഉണ്ടെന്ന് തോന്നില്ല. പോളിഷ് നമുക്കറിയുള്ളൂ കേട്ടോ. ഇവർക്ക് അറിയാൻ പറ്റും ഏത് ടൈപ്പാന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഗ്രാനൈറ്റ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവര് വരേണ്ട ഒരു സ്ഥലം എന്ന് പറയണത് കൃഷ്ണഗിരിന്ന് ജഗദേവി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കറക്റ്റ് സ്ഥലം ജഗദേവി. അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ, ഗ്രാനൈറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള കടകൾ എന്നല്ല പറയണത്, നേരിട്ട് വരണം. ഫാക്ടറികൾ തപ്പി വരണം. അതെ അതെ, ഫാക്ടറികൾ തപ്പിയിട്ട് അവിടെ നേരിട്ട് ഈ മറ്റേ പൊളിക്കണ കോറികളിൽ വന്നു ജഗദേവി പാളയം കോറികളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നേരിട്ട് കോറികളിൽ നിന്ന് ഇന്ന മോഡൽ കല്ല് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ഇപ്പൊ പാരഡൈസ് വേണമെങ്കിൽ അവിടെ പൊളിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലത്തെ വിസ്താരം എത്രയാണോ, 13 അടിയാണോ ഉള്ളിൽ വിസ്താരം വരുന്നത്, 15 അടിയാണോ വരുന്നത്, ആ വിസ്താരത്തിന് അനുസരിച്ചുള്ള കറക്റ്റ് എന്താ പറയാ ഇതൊന്നും ഇല്ലാണ്ട് വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് മുറിച്ച് കറക്റ്റ് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ കട്ടിങ് ഒക്കെയാണ് ആവശ്യം വരുള്ളൂ. ഇവരെങ്ങനെയാണ് ഈ തോട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണെന്നുള്ളത് അറിയില്ലാണ്ട്. ഇതൊരു മാവും തോട്ടമാണ് സംഭവം. എല്ലാ മാവും ഒരേ വലിപ്പം ഒരേ രീതിയിൽ പന്തലിച്ച് നിൽക്കണം, ഒരേ അകലത്തില്. നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാവ് ആന വലിപ്പമാവും, അതിലാണെങ്കിൽ കുറച്ച് മാങ്ങ ഉണ്ടാവും. ഇത് നോക്കിയാൽ ഒരു ചെറിയ കുട്ടി മാത്തയില് എന്തോരം മാങ്ങ ഉണ്ടായി നിൽക്കണേന്ന് അറിയോ? ഫുള്ള് മാങ്ങ ഉണ്ടായി നിൽക്കാന്ന്. അത് ചെറുത്, അപ്പൊ പൊട്ടിക്കാനും എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതേപോലെ ഇങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടുവിട്ടോ ഇങ്ങനെ മാവ്. അപ്പൊ ഇറങ്ങി നിന്ന് അപ്പുറത്തെ സൈഡായ കാരണം വീഡിയോ എടുത്തില്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ മാവും തോട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപോവാം. ഇപ്പൊ നമ്മൾ പോകുന്ന വഴി ഏത് വഴിയാണെന്നറിയോ? അതായത് കൃഷ്ണഗിരിന്ന് നേരെ നിതയ്ക്ക് സ്ഥലം അറിയാൻ നോക്കുക കേട്ടോ. ധർമ്മപുരി അല്ലേ നിത? അതിനാണ് ഒരു ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മപുരി കഴിഞ്ഞാലല്ലേ സേലം? ഓക്കെ. അപ്പൊ നമ്മള് ശരിക്കും ഹൈവേക്കട അങ്ങോട്ട് പോവാണെങ്കിൽ നിസ്സാര കിലോമീറ്റർ നിസ്സാര സമയം കൊണ്ട് എത്തുന്നത് നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കാണ് ഇപ്പൊ. അതെന്താ വെച്ചാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോവാൻ വേണ്ടിട്ട്. അതെ, ഞങ്ങളുണ്ടല്ലോ റോട്ടിൽ കൂടെ പോകുമ്പോണ്ടല്ലോ ഇതൊരു കൃഷി സ്ഥലമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടായിരിക്കണു, അപ്പുറത്ത് വേറെ. അത് നെല്ലാന്ന് മനസ്സിലായി, ഇതിപ്പുറത്തുള്ളത് നെല്ലാന്ന് മനസ്സിലായി. പക്ഷെ ഇതെന്താന്ന് ഞാൻ ചോദിച്ചപ്പോ പ്രതിഷേധം പറയണ റാഗിയാന്നാട്ടോ. അപ്പൊ എനിക്ക് അതിശയായി. ഞാൻ ആദ്യമായിട്ട് റാഗിയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യണ കാണണേ. ഇറങ്ങി അടുത്തേക്ക് ചെല്ലാനായിട്ട് എളുപ്പമല്ല. അറിയില്ല.
എന്താ സംഭവം അടുത്ത് ചെന്ന് കണ്ടാലും നമുക്ക് എങ്ങനെ മനസ്സിലാവും? അടുത്ത് ചെന്ന് കണ്ടാൽ മനസ്സിലാവും. അന്ന് നമുക്ക് ഇത് അവിടെ ഇറങ്ങി നോക്കാം. ഇതിലിറങ്ങാൻ പറ്റുമോ? ഇതിലിറങ്ങാം. ഇതെന്താ സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ റാഗി തന്നെയാന്ന് തോന്നുന്നു. ഇത് ശരിക്കും ഉണങ്ങിയാലൊക്കെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ, ഇത് റാഗി തന്നെയാണോ അല്ലേ എന്നുള്ളത്. ഇവിടെ കണ്ടിട്ട് കളറൊക്കെ കണ്ടിട്ട് അതേപോലെയാണ് തോന്നുന്നത്. എനിക്ക് മനസ്സിലായോ? റാഗി പോലെ അതെ മണിമണി. ഇത് ഉണങ്ങുമ്പോ ഇതിന്റെ ഉള്ളിലാണ് റാഗി ഉണ്ടാവുക. ഈ വെളുത്തിരിക്കണ സാധനം അറിയില്ല എങ്ങനെയാവുന്നുള്ളത്. ഉണങ്ങിയിട്ടില്ല. മാവും തോട്ടം കണ്ടില്ലേ? ഇതൊക്കെ ബാക്കിലേക്ക് ഫുള്ള് മാവും തോട്ടം തന്നെ. എന്താണെന്നറിയില്ല, ഇവിടെ ഇഷ്ടംപോലെ മാവും തോപ്പുകളുണ്ട്, നിറച്ചും മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് നെല്ലാണ് കേട്ടോ. നെല്ല് പിന്നെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ വിളഞ്ഞു നിൽക്കുകയല്ലേ, അതുകൊണ്ട് നമുക്കറിയാം. റാഗി നമ്മുടെ നാട്ടിൽ കാണാത്തതുകൊണ്ട് തന്നെ അറിയില്ല. ഉറപ്പാണോ? ഇത് നെല്ലാട്ടോ, അതെനിക്കറിയാം. ഇത് റാഗി ആവും എന്നാണ് വിചാരിക്കണേ. ഇതേവരെ റാഗി കാണാത്തതുകൊണ്ട് നമുക്കൊട്ട് അറിയൂല. ആവും അല്ലേ? പോവാ, വണ്ടി അവിടെ ഇട്ടേക്കാം. മുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാ, ചുളന്നെ അവിടെ ഇരുന്നു. ഇത് കുറച്ചങ്ങോട്ട് പോയപ്പോണ്ടല്ലോ മൊത്തം ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് ഇങ്ങനെ വെട്ടി ഒതുക്കി നിർത്തിയാക്കണം കേട്ടോ, വെട്ടി ഒതുക്കിയിട്ട്. അപ്പൊ ഇത് നോക്കുമ്പോ കുറച്ച് അടുത്തായിട്ട് നിൽക്കുന്നുണ്ട്, റോഡിനോട് ചേർന്നിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഇതൊക്കെ മുല്ലയാണ് കേട്ടാ. അതില് പൂവൊന്നും ഉണ്ടായിട്ടില്ല, ഒക്കെ ഇങ്ങനെ മുട്ടായിട്ടാ. പൂവ് വിരിയുമ്പോഴത്തേക്കും നമ്മളത് പൊട്ടിക്കുമല്ലോ, അത് മാല കുറക്കാനൊക്കെ ആയിട്ട് വിൽക്കാൻ വേണ്ടിട്ട് കൃഷിയാണത്, മുല്ല കൃഷി. അടിപൊളിയായിട്ടുണ്ട്. അപ്പുറത്ത് കൊറേ കണ്ടു, പക്ഷെ നമുക്ക് മനസ്സിലായില്ല ഇത് കുറ്റി കുറ്റിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ടല്ലോ, ഇത് എന്ത് സംഭവം ശ്രദ്ധിച്ചിങ്ങനെ നോക്കിയപ്പോ അടുത്തായിട്ട് വന്നത് നോക്കിയപ്പോ ഉണ്ട് പൂവില്ല, മുട്ട്. അല്ല, ഇത് ഇവിടെ ലാസ്റ്റ് കഴിയാറായപ്പോൾ സാധനം എന്താന്നുള്ളത് മനസ്സിലായി. അവിടെ മുതൽ തന്നെയായിരുന്നു. എന്തോരം മുട്ടാന്നറിയോ ഓരോന്നിലും. രസമായിട്ട് നിക്കണ്ട് കേട്ടോ. അതേ അറ്റത്തേക്ക് കണ്ട അവിടെ മൊത്തം ഉണ്ട്. പിന്നെ മാവ് നിക്കണത് നമ്മളെ പോലെ മൂവാണ്ടൻ ഒരു സ്ഥലത്ത് മൂവാണ്ട മാങ്ങ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. വലിയ തോട്ടാപ്പൂരി നീളം കൂടിയ ടൈപ്പ് മാങ്ങയില്ലേ ഈ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആ സൈസ് മാങ്ങയാണ് ഇത് മൊത്തം അല്ലേ? അതെ അതെ. ഞങ്ങളുണ്ടല്ലോ കുറച്ച് നിർത്തിയപ്പോ ഇവിടെ കൊറേ മുല്ല കൃഷി തോട്ടട്ടാ. ഇവിടെ മൊത്തം കുറച്ച് ചേച്ചിമാര് മുല്ല പൊട്ടിക്കണുണ്ട്. അവര് മൂത്തിട്ടുള്ള മുല്ലയുണ്ടല്ലോ, മുട്ട് നാളെ വിരിയാൻ പാകത്തിനുള്ള മുട്ട് ഇതിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നാളെ വിരിയാൻ പോകുന്ന മുട്ട. അതേപോലെ ഒരു ചെടിയില് മുട്ട് നിൽക്കണ കണ്ടോ നിങ്ങള്? ഇതുപോലെ നിറച്ച്. എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ ആട്ടാ ജാസ്മിൻ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ചേച്ചിമാര് മുല്ല പൊട്ടിക്കാട്ടാ. അത് അവരെന്തോരം പൊട്ടിച്ചു നമുക്ക് നോക്കി നോക്കാം. അവര് കാണിച്ചു തരും നോക്കട്ടേട്ടാ. ഇതേ കണ്ടോ, അതേ മുട്ട് പൊട്ടിക്കാട്ടാ. ഇത് പൊട്ടിച്ചിട്ട് അവരുടെ മടിയിലാണ് ഇട്ടേ. ചേച്ചി മുട്ട എവിടെ നോട്ടെ കാണട്ടെ, പൊട്ടിച്ചത് കണ്ടോ? അയ്യോ എന്തോരാന്ന് കണ്ടോ? ഇതൊക്കെ ഇനി അവര് പൊട്ടിച്ചിട്ട് കിലോ കണക്കിന് വിൽക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ. അങ്ങനെ ദേ അറ്റത്തേക്കൊക്കെ ഉണ്ട്, അവരൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ പിടിച്ചോട്ടെന്ന് ചോദിച്ചപ്പോ പിടിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് വേറൊരു ഉള്ളുവഴിക്ക് ഇങ്ങനെ കയറി പോരുകയാണ് കേട്ടോ. ഒരുമ്പുണ്ട്, വഴി നല്ല ബെസ്റ്റ് വഴിയാണ്. പക്ഷെ ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയുള്ളൂ, അത് റബ്ബറൈസ്ഡ് റോഡാണ്. ഗ്രാനൈറ്റിന്റെ ഫാക്ടറികളുണ്ടാകും. ഇതൊക്കെ മാവും തോട്ടങ്ങളാണ് കേട്ടോ, ഫുള്ള് മാവും തോട്ടം. അല്ലാണ്ട് പ്രത്യേകിച്ച് മുല്ല മാവ് ഇതാണ് റോഡ് സൈഡിൽ മൊത്തം. വേറെ ഒരു സാധനമില്ല. ഈ കനകാമ്പര കൃഷി കണ്ടോ, ഉൾഗ്രാമങ്ങളിലെ വീടുകൾ കണ്ടോ. കോച്ചമ്പള്ളി ഇനി നമ്മള് ധർമ്മപുരിക്കുള്ള റോട്ടിലേക്കാണ് ചെന്ന് കയറാൻ പോണേ. നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് തന്നെ കയറിട്ടോ, ചെറു റോട്ടിൽ നിന്ന്. ഫ്ലാക്സ് അടിച്ചു വെച്ചാൽ നോക്കിയാൽ ഫ്ലാക്സുകാർക്ക് ഇവിടെ നല്ല പണിയാട്ടോ. നോക്ക് ഫ്ലാക്സ് ദൂരം. ജയലളിതയുടെ പാർട്ടി, വിജയുടെ പാർട്ടി, പിന്നെ ഇതേത് സിനിമ പോസ്റ്ററാണ് അതിൻ്റെ ഇടയ്ക്ക്. അംഗവിജയ നോക്കി ഫ്ലക്സ് അടിച്ചു കൂട്ടിയാണ്. ധർമ്മപുരി 33 കിലോമീറ്റർ, സേലം 99. ഏത് ജയിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. കുഴൽ കിണറിന്റെ വണ്ടി കിടക്കണ നോക്കി. എന്റെ പൊന്നെ, ഈ വണ്ടിയൊക്കെ വന്ന് അടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുന്നത്, 1000 അടിയൊക്കെ താഴത്തേക്ക് അടിക്കാൻ പറ്റും. കാരണം ആ നിലയ്ക്കുള്ള വണ്ടിയാ, വലിയ വണ്ടിയിലാണ് അത്ര കൂടുതൽ അടിക്കാൻ പറ്റുള്ളൂ. ഈ തമിഴ്നാട്ടിലൊക്കെ 1000, 1500 അടിയൊക്കെ വരെ താഴ്ത്തിക്ക് എന്ന് പറയണത്. അതേപോലെ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയണ്ടേ. നമ്മളവിടെ 150 അടി. ഇവിടെയും കൂടുതലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുളത്തിൽ നിന്നുള്ള വെള്ളം അല്ലല്ലോ നമുക്ക് കിട്ടണത്. ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറിയതാണ്. ബാത്റൂം സൗകര്യം പെട്രോൾ പമ്പുകളിൽ മാത്രമാണല്ലോ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പിൽ കയറി. പിന്നെ ഇന്നേ വരെ ആരും പോകാത്തൊരു ബാത്റൂം കിട്ടി ഞങ്ങൾക്ക് ഭാഗ്യത്തിന്.
തവിട് പൊടിയായിട്ട് കിടക്കണം. അല്ല ഒരാള് മുകളിൽ പക്ഷെ ആരും ഉപയോഗിക്കണില്ലേ. ആൾക്കാർക്ക് ഓപ്പൺ എയർ ഇഷ്ടം തമിഴ്നാട്ടില്, അതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പൊ അതായത് ബാത്റൂമൊക്കെ വൃത്തി ഉണ്ടാവും, പക്ഷെ ഉപയോഗിക്കുന്നതാണെങ്കിൽ വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാനൈറ്റ് എടുക്കാനൊക്കെ ആൾക്കാർ വരികയാണെങ്കിലേ നേരെ കൃഷ്ണഗിരി പോയിട്ട് വരേണ്ട ആവശ്യമില്ല, ഈ വഴിക്ക് കട്ട് ചെയ്ത് വരാം. നേരെ വഴി കുറവാ വരുള്ളൂ, കിലോമീറ്റർ കുറവാ വരുള്ളൂ, വഴി മറ്റേ ടോളും ഇല്ല. മറ്റേന്ന് പറഞ്ഞാൽ ആ വഴിക്കാകുമ്പോ ടോളും ഉണ്ടാവും, വലിയ വഴിയാവും, പെട്ടെന്ന് എത്തും. സംഭവം രണ്ടിന്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ധർമ്മപുരിന്ന് പോച്ചമ്പള്ളി റോഡ് ഇവിടെ 93-96 കേട്ടോ ഡീസലിന്റെ വില. നമ്മൾ അടിച്ചത് 91. 90 രൂപ 90 പൈസ. കൊട്ടവഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട് അവിടെ മീൻ പിടിക്കാനുള്ളത്. ഒരു ലേക്ക് പോലത്തെ ഇതാണ്, നിറച്ചും തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ഉള്ള ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഗ്രീനറി ഉള്ള ഒരു സ്ഥലത്തിന്റെ ഉള്ളിൽ. കേരളത്തിലെ നമ്മള് വന്ന വഴി ഒക്കെ അതേപോലെ കൊറേ നേരമായിട്ട് സൂപ്പർ വഴി കേട്ടോ, സൂപ്പർ വഴി. നല്ല തണലും അതേപോലെ നല്ല ഫുൾ തെങ്ങുകള്, അടിയിൽ നിറച്ചും വയലുകള്. പിന്നെ ഇത് ഇന്നറ്റം വഴി ഉണ്ടത്. ആ വീട്ടിലേക്ക് വെള്ളം കയറില്ലേ, വീടിന്റെ ബാക്ക് മുട്ടിയില്ലാണ്ടാണല്ലോ നിക്കണേ. വീടിന്റെ ബാക്കിലൊക്കെ വെള്ളം നിക്കണേ. കെട്ടി നിർത്തിയേക്കാണ് കനാലിലേക്ക് വിടാൻ വേണ്ടിട്ട്. ഞാൻ വിചാരിച്ചത് എങ്ങനെയാ വീട് നിക്കണതും ഇത് നിക്കണ ഉള്ളിൽ വെള്ളം കയറി പോലെയാണ് അവിടുന്ന് അടിയിൽ നോക്കിയപ്പോ കണ്ടത്. മനസ്സിലായി. ഇതൊരു ഇതാട്ടാ നദി, അതിന്റെ സൈഡിലൊരു അമ്പലം ഉണ്ട് ട്ടാ. അപ്പൊ അമ്പലത്തില് വരുന്നവർക്ക് കുളിക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം, ഇഷ്ടംപോലെ ആൾക്കാര് കുളിക്കുന്നുണ്ട്. അതെ, കുളിസി അധികം ആഴല്ലാന്നുണ്ട്. മുത്ത ഇറങ്ങി കുളിക്കണടാ. വെള്ളം കുറഞ്ഞ നല്ല വെള്ളം. അമ്പല സൈഡിലൊക്കെ ഉള്ള വെള്ളങ്ങളൊക്കെ നോക്കിയാൽ ശരിക്കും പറഞ്ഞ ആകെ അഴുക്കും കച്ചറൊക്കെ ആയിട്ടാ കിടക്കണത്. അതൊക്കെ നല്ല ഭംഗിയിൽ നിക്കണല്ലേ ശരിക്കും പറഞ്ഞാ. എന്തോരം ആൾക്കാരെ കുളിക്കണല്ലേ. ഇത്രയധികം ആൾക്കാർ വരുന്ന അമ്പലമാകുമ്പോ ഏതെങ്കിലും ഫേമസ് അമ്പലമാവൂല്ലോ ഇത്. സാധാ അമ്പലമായിരിക്കും. ഇത്രയധികം ആൾക്കാർ വന്നേക്കണോ, ഇത്രയധികം ബസ്സിൽ ഇത്രയധികം ആൾക്കാർ ഇവിടെ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു അമ്പലം ഒന്നല്ല അത്. എന്തായാലും ആൾക്കാര് കുളിക്കണം. ഓ, അപ്പൊ ആ പുഴയുടെ ക്രോസ് ചെയ്ത് നമ്മൾ ധർമ്മപുരിക്ക് ഇനി 22 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ധർമ്മപുരി ആവും. സേലം 85 കിലോമീറ്റർ. പിന്നെ വേറെ സ്ഥലത്തിന്റെ പേര് ഹൊക്കനക്കൽ 69 കിലോമീറ്റർ. 69 കിലോമീറ്റർ. ഇത്തിരി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം സെന്റിമല്ലി തോട്ടം. അധികം വലിയ, കുറച്ച് നല്ല വലിപ്പുണ്ട്. നല്ല വലിപ്പുണ്ട്. അത് തന്നെയല്ല നമ്മൾ ഇതേവരെ ഇങ്ങനത്തെ സെന്റിമല്ലി കണ്ടിട്ടില്ല. ചുമപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ മഞ്ഞ ജമന്തി ഒക്കെ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ അവിടേക്ക് വരണ്ടാവുക സെന്റിമല്ലി എന്ന് പറയുമ്പോ. പക്ഷെ വില ഇല്ലല്ലോ അല്ലെ, വലിയ കാര്യമായിട്ട് ഇനി തെങ്ങിന്റെ ഇടയ്ക്കാ നിക്കണേ. അല്ലാണ്ട് ഇപ്പൊ വേറെ ഇതായിട്ട് കൃഷി ചെയ്യുന്ന. അപ്പൊ തെങ്ങ് നനയുമ്പോ മറ്റേ ഇതിനെ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഇത് നനഞ്ഞോളും ഉണ്ടായിക്കോളും. നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മാത്രമല്ലേ ചെയ്യണത്. തെങ്ങുന്നോട്ടാണ് തെങ്ങ് മാത്രം. ഇത് നോക്കിയാൽ എന്ത് രസമായിട്ടാണ്. അതിന്റെ ഇടയിൽ ആരെങ്കിലും സെന്റിമല്ലി നമ്മൾ ആരെങ്കിലും നടുവോ വീട്ടില്. ഈ ഭാഗം മൊത്തം അങ്ങനെ ചെയ്തിട്ടേക്ക് നല്ല ഭംഗി, ഗാർഡൻ പോലെ. തക്കാളി കൃഷിട്ടാ. ആ സെന്റിമല്ലിയുടെ തൊട്ടപ്പുറത്ത് തന്നെ തക്കാളി പറിക്കണതല്ല, അതിന് കയറ് കെട്ടി കൊടുക്ക. ചെരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പച്ച തക്കാളി മാത്രം. പച്ച പഴുത്തതില്ല, അത് ചെരിഞ്ഞു വീഴുമ്പോ കെട്ടി കൊടുക്ക. ഇവരിങ്ങനെയാക്കി നടന്ന് പൊട്ടിക്കാനുള്ള എളുപ്പത്തിന് സെന്ററിൽ ഒരു കോല് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കോലേക്കട വെച്ച് കെട്ടുക. ഓരോ തണ്ടും മറ്റേ ഉണ്ടായി അപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കണോണ്ട് നമ്മുടെ ഇടക്ക് മറിഞ്ഞിങ്ങനെ വീഴൂല്ലോ. വെള്ളത്തിന്റെ ലഭ്യത ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. താഴേക്ക് വെള്ളം കെട്ടി നിൽക്കണം. ഡാം കണ്ടില്ലേ? അതെ അതെ അതെ, ഇഷ്ടംപോലെ തക്കാളി ഉണ്ടാവും. പിന്നെ അതിന്റെ അപ്പുറത്ത് പിന്നെ ഇവിടെ എന്തിനാ നെല്ല്. അല്ല, അതിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ഇത്തിരി പോകുന്ന സ്ഥലമുള്ളൂ. ആ ഇത്തിരി പോകുന്ന സ്ഥലം മൊത്തം അവര് നെല്ല് നട്ടു. നമ്മുടെ ഇവിടെയൊക്കെ വെറുതെ എടുക്കും ആ സ്ഥലമൊക്കെ. മുത്ത് പറയണ എന്താണെന്നറിയോ? മുത്ത് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നെല്ലോ അല്ലെങ്കിൽ മറ്റേ മാവോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ടോട്ടെ, നമ്മൾ എന്തിനാ ഇതൊക്കെ നോക്കണം വീഡിയോ എടുക്കണേന്ന്. നമുക്ക് കാണാനുള്ള ആഗ്രഹം കാരണം നമുക്കിനി ഇത് കുറെ കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോ നമ്മൾ ഇന്ന വഴിക്കൊക്കെ പോയി ഇന്ന സാധനങ്ങളൊക്കെ കണ്ടു എന്ന് നമുക്ക് തന്നെ ഒരു ആശ്വസിക്കാനുള്ള എന്ത് രസാന്നറിയാം. അതിന് വേണ്ടിട്ടാണിത്.
ഇത് കണ്ടുപോയാ പോരെയെന്ന്. കണ്ടുപോവാണെങ്കിൽ നമുക്ക് ആ സംതൃപ്തി ഓർത്ത് എടുക്കാൻ പറ്റും. അതെ, ഇവിടുന്ന് അല്ല, ഇവിടുന്ന് തന്നെ മറ്റേ പറിച്ചു വെച്ചിട്ടുള്ള വല്ല കൃഷി സാധനങ്ങളാവും വിചാരിച്ചേ. ഒന്നുമല്ല. കരിമ്പിന്റെ കണ്ടമാനം ജ്യൂസ് കടകൾ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കരിമ്പ് ഇവിടെ ഇഷ്ടം പോലുള്ള തന്നെ ജ്യൂസ്. ഒരു കരിമ്പ് ജ്യൂസ് അടിക്കണോ? വേണ്ട, വേണ്ടതാ വേണമെന്നാ. ധർമ്മപുരി ടൗണിന്റെ ഉള്ളിൽ വഴിയാണ് കേട്ടോ. ലേശം ട്രാഫിക് ഒക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ഒരു ചെറുവഴിക്ക് കയറി വന്നിട്ട് ഇനി ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൗൺ ടച്ച് ചെയ്യാണ്ട് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. വേറെ ബൈപ്പാസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ രക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൗണിൻ്റെ ഉള്ളിലെ ബ്ലോക്കൊക്കെ മെല്ലെ പിടിച്ച് ധർമ്മപുരിയിൽ നിന്ന് നേരെ നമ്മൾ ഹൈവേയിലേക്ക് പിടിക്കും. സേലം ഹൈവേയിലേക്ക് പിടിക്കും. തമിഴ്നാട്ടിലെ പിങ്ക് ബസ് ലേഡീസിന് ഫ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാ കളറും പിങ്ക് ആയില്ലപ്പോ. ലേഡീസ് മാത്രമാണ് സഞ്ചരിക്കാനുള്ളൂ. നോക്ക്, എല്ലാം പിങ്ക് ബസ് ആയില്ലേ. അതിൽ ലേഡീസിന് മാത്രമാണ് കിട്ടുള്ളൂ. അല്ല എല്ലാ ആൾക്കാരും കയറ്റും, പക്ഷെ പൈസ കൊടുക്കണ്ടെന്ന് മാത്രം. അങ്ങനെയായിരിക്കും. അറിയില്ല. ധർമ്മപുരി ഫ്ലൈ ഓവർ അങ്ങനെ കേറി നമ്മൾ നേരെ ഇനി കുറച്ച് ദൂരക്കടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേലം മെയിൻ റോഡിലേക്ക് കയറും കേട്ടോ. NH-ലേക്ക് കയറും. മറ്റേ നമ്മുടെ 6 ലൈനിലേക്ക് ഇനി ഇവിടെ അങ്ങോട്ട് കയറും. അപ്പൊ കൊറേ വഴി വളഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ വന്നു. പക്ഷെ ഈ വഴിക്ക് വരുന്നത് നഷ്ടാ. കാരണം വേറൊന്നും ആയിട്ടല്ല. ഹൈവേ കടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വളയുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ആ ധർമ്മപുരി ടൗണില്ലേ അവിടെ നമുക്ക് പാസ് ചെയ്തത് ഒരുപാട് ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത്. അപ്പൊ ഒരു മണിക്കൂർ അതിന്റെ ഇടയിൽ പോയി. ആ 1 മണിക്കൂറിന് നമ്മൾ സേലം പിടിക്കും. അതാണ് വ്യത്യാസം. അത്ര ഗ്യാപ്പ് വന്നു നമുക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ വഴി കണ്ടു എന്ന് മാത്രം. പക്ഷെ വഴിക്ക് പ്രത്യേകിച്ച് കാണാനുള്ളതൊന്നുമില്ല. ആകെ മാവുംതോട്ടം, അതുപോലെ കുറച്ച് മുല്ലത്തോട്ടം, അങ്ങനെ അല്ലറ ചില്ലറ കാഴ്ചകളും. കഴിഞ്ഞിട്ട് തിരിച്ചു തന്നെ നടക്കരുത് നല്ലത്. ഏതാ തിരിച്ചു പോവാ അങ്ങോട്ട് കൃഷ്ണഗിരിക്ക് പോയിട്ട് ആ വഴിക്ക് ധർമ്മപുരി അങ്ങനെ പോയിരുന്നു നല്ലത്. നമ്മൾ കാണാത്ത വല്ല കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാവോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ യാത്ര ആയതുകൊണ്ട് തന്നെ 3 പേര് വെച്ച് പോണവര് കണ്ട. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഹെൽമെറ്റ് അവരാരും വെക്കുന്നില്ല, കുഴപ്പമില്ല. അത് വെക്കാണ്ടിരിക്കുക എന്നൊക്കെ അവരിഷ്ടം. അടിച്ചു പോകാണ്ടിരിക്കുക. നമ്മളും ഹെൽമെറ്റ് വേണ്ട എന്നുള്ളതാണ് നമുക്കും ഇഷ്ടം. അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ഈ ഫോൺ ചവിട്ടിൽ വെച്ചിട്ട് ഈ ഇങ്ങനെ എന്താ പറയാ ഷോൾഡർ ചെരിച്ച് പുഷ്പ സ്റ്റൈലില് പോകുമ്പോ വണ്ടി വേറെ വഴിക്ക് വരുന്നു, ഇവര് വേറെ വഴിക്ക് ഓണടിച്ചാലും ഇത് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. നമ്മളെത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ ഒരു പെട്ടി മറ്റേ വലിയ വണ്ടി പിക്കപ്പ് വാന് അവൻ ഇത്ര നേരം അവൻ റൈറ്റ് സൈഡ് കൂടെ പോയിട്ട് ഒറ്റയടിക്ക് അവൻ അപ്പുറത്തേക്ക് കിടക്കണം. അവിടെ വണ്ടി നിർത്തേണ്ട സ്ഥലം അപ്പൊ തന്നെ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് തിരിച്ചിട്ടു. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഡ്രൈവിംഗ് കൾച്ചറൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലെ. കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറഞ്ഞാലും അതൊക്കെ നല്ലത് തന്നെ. ഈ പറഞ്ഞ പോലെ തോന്നിയ പോലെയുള്ള ഓടിക്കലാവുമ്പോഴേ നമ്മൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ആൾക്കാരുടെ ഡ്രൈവിംഗ് സ്റ്റൈലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ ഇതിന് എത്ര പേര് നമ്മുടെ നാട്ടിൽ ഈ നിലയ്ക്കുള്ള അംഗപ്പെട്ടൊന്നും ഇല്ലാന്ന് തോന്നും. അതില്ലാതാനും കേട്ടോ, അതും വേണ്ട പറയാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്റ്റാൻഡേർഡുള്ള ഡ്രൈവിംഗ് ആണ് മൊത്തത്തില്. ഇത് അങ്ങനെയൊന്നും ഇല്ല. വളരെ തോന്നിയ പോലെയുള്ള ഓടിക്കലും കാര്യങ്ങളൊക്കെയാ. ഇതെന്നിട്ട് ചോളല്ലേ 1.5 കിലോ 50, 3 കിലോ 100. 3 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250, 4 1 കിലോയായി. 2 കിലോ അപ്പൊ ലാഭ. 4 200 3 12 12 കിട്ടി നമുക്ക് 8 എണ്ണം. ഇത് 12 കിട്ടും. പല സ്ഥലത്തും പല വിലയാണ് സാധനങ്ങളുടെ. നമ്മുടെ റിലയൻസിലൊക്കെ ആണെങ്കിൽ സ്വീറ്റ് കോൺ ആണെങ്കിൽ 10 രൂപ മുതൽ 15 രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണത്തിന് 40 രൂപ വരെ ആവണതുണ്ട്. എന്താ വെച്ചാൽ ഇവിടുന്ന് തന്നെ പൊട്ടിക്കണമൊക്കെയല്ലേ കൂടുതലും. അങ്ങനെ പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നല്ലതായിരിക്കും, ഫ്രഷ് ആയിരിക്കും, നല്ലത്. വലിയ വില കുറവൊന്നുമില്ല. ബാംഗ്ലൂർ 10 രൂപ ഉള്ളു തക്കാളിയൊക്കെ. 8 രൂപ 5 രൂപ. മറ്റേ ഹോൾസെയിൽ വിലയൊക്കെ 5 റുപ്യാണ് തക്കാളിയുടെ. റോട്ടിലേക്ക് എത്തണില്ല നമ്മള്. തണ്ണിമത്തൻ മേടിച്ചു പോവാം. കിലോ 10 രൂപ.
അപ്പൊ എന്തായാലും ഒരു തണ്ണിമത്തം മേടിച്ചു പോവാം. എങ്ങനെയുണ്ടെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അധികം ചിലപ്പോൾ മൂക്കാത്തൊക്കെയോ അതുകൊണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഈ വില എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഒരെണ്ണം മേടിക്കാം നമുക്ക്. നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളതൊന്നും അറിയില്ല സംഭവം. ഒരു 4 കിലോ ഉള്ളൊരു സാധനം മേടിച്ചു 10 രൂപയുള്ളൂ, 40 റുപ്യ. അപ്പം എന്തായാലും ഒരെണ്ണം നോക്കി നോക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചീഞ്ഞതാണോ പറഞ്ഞതാണ് ഇങ്ങനെ നോക്കിയിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ചെത്താനോ വേണ്ട, നീ തിന്നോ ഇത് മൊത്തം അതാ പറഞ്ഞ, അല്ലെങ്കിൽ ആകെ തവിട് പൊടിയാവും. അപ്പൊ വേണ്ട, വണ്ടിയിലിരിക്കട്ടെ. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചെത്താം. എഴുന്നേറ്റ് മിക്കവാറും ചെത്തേണ്ട വരും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് നിർത്തണം. അപ്പോൾ ഒരു എന്തിനാ വേണ്ട, ചോറല്ലേ വേണ്ടേ? മറ്റേ ഇത് എന്താ പറയാ, തമിഴ്നാട് സാപ്പാട്. അപ്പോൾ ഒരു സാപ്പാട് കഴിക്കാം നമുക്ക്. മുത്ത് ബാക്കില് സ്ലീപ്പിംഗ് കേട്ടോ. ഈ വണ്ടിയുടെ ലോഡ് ചെറുതായിട്ട് ചെരിഞ്ഞുണ്ട്, ശ്രദ്ധിച്ചാ? കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കല്ലേ. നല്ല സ്ട്രോങ് വലിച്ചു മുറുക്കി കെട്ടിയിട്ടില്ല. പറയണ വേണ്ട. ഇനിയപ്പോ നമ്മള് നേരെ ധർമ്മപുരിന്ന് സേലത്തേക്ക് പടക്കാണ് കേട്ടോ. മൂന്നാമത്തെ ടോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ആ ടോളിൽ കയറി അപ്പൊ തന്നെ നമ്മള് മറ്റേ എന്താ പറയാ സാധാ റോട്ടില് തിരിഞ്ഞു. പിന്നെ വീണ്ടും അടുത്ത ടോളിലേക്ക് വേണ്ടിയിട്ട് വളഞ്ഞു പിടിച്ച് വീണ്ടും ഇവിടേക്ക് എത്തി. അപ്പൊ അങ്ങോട്ട് പോയപ്പോഴുള്ള ലാഭം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഓടാണ്ട് തന്നെ എല്ലാത്തിനും പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതപ്പോ ധർമ്മപുരി ടോള് അല്ല, ഇത് സേലം റോഡാ ടോള്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പണി കഴിഞ്ഞു. തിരക്കൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഗൾഫ് മോഡൽ വണ്ടി. ഇത് കണ്ടില്ലേ, ഈ വണ്ടിയൊക്കെ ഇപ്പൊ ഇവിടെ എത്തി. സ്ട്രൈറ്റ് ഹൈവേക്കടെ പോരുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാ. ടോളൊക്കെ കൊടുത്ത് മൈലേജും കിട്ടും, ലാഭം അതാ. പക്ഷെ വഴികളൊക്കെ കാണണമെങ്കിൽ മാത്രം നമ്മൾ മറ്റേ വഴിക്ക് എടുത്താൽ മതി. മാറ്റി പിടിക്കണണ്ട. ഈ താറിനൊരു പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 110 100 മൈല് സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റിന്റെ ശബ്ദം അങ്ങോട്ട് വരും വണ്ടിക്ക്. നമ്മൾ കാറൊക്കെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാറി ഈ വണ്ടിയിലേക്ക് വരുമ്പില്ല. ഒരു 120 പോകുമ്പോ ഫുൾ ശബ്ദം. പിന്നെ 140 ആയി പറയണ്ട, വണ്ടി പേടിയാവും. പിന്നെ 140 എന്നുള്ളത് മുകളിലേക്ക് ആയി പിന്നെ പറയണ്ടല്ലോ, ഓടിക്കാൻ പറ്റില്ല. അതേപോലെ ഉള്ളൊരു ഇതാ. പിന്നെ ഒരു ആവറേജിന് അങ്ങനെ 100 110 പോയാണെങ്കിൽ കുഴപ്പമില്ല. 90 വരെ ഓടിച്ചോണ്ടിരുന്നായിരുന്നു കേട്ടോ. 90 കുഴപ്പമില്ല, 100 മേലെ പോയ സുഖമില്ല. ശബ്ദം ഇങ്ങനെ ഇപ്പൊ തന്നെ ഉണ്ട് 100 105 ആയപ്പോഴേക്കും ഗ്ലാസ് താഴ്ത്തിട്ട് ഓടിക്കുന്ന പോലെയാ. അതെ. കൊച്ചിൻ 424 സേലം 47. ഇനി ഇവിടുന്ന് മറ്റേ ഇത് തുടങ്ങാണ് കയറ്റം. അവിടുന്ന് വരുമ്പോ കയറ്റം, ഇവിടുന്ന് വരുമ്പോ തൊപ്പൂര് ഇറക്കാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഫുള്ള് ഇറക്കാണ്. പണ്ട് കാലത്തൊക്കെ ഇല്ലേ വണ്ടി അരിച്ച് കയറ്റം കയറിയായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ കയറ്റം ഏതാന്ന് അറിയില്ലാത്ത കണ്ടീഷനിലായി അവര് വഴിയുടെ വീതികാരനെ. അതേപോലെ തന്നെ കയറ്റം കുറച്ച് കൊണ്ടുവന്നിട്ട് നല്ല രസമാക്കി. പണ്ട് കല്ലടയിലൊക്കെ വരുമ്പോ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിച്ച് ഇങ്ങനെ നിൽക്കും വണ്ടി. ഏറ്റവും സാധനം അപ്പൊ നല്ല വലിയുള്ള വണ്ടികൾ ചടാന്ന് പറഞ്ഞ് കയറി പോകും. വലിയ ലോഡ് വണ്ടികളൊക്കെ ഇങ്ങനെ മെല്ലെ അരിച്ച്. ചിലപ്പോൾ ഏറ്റവും അധികം ബ്ലോക്ക് ഉണ്ടാവലും ഇവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ചുകൂടി വീതി കൊടുക്കണം. കാരണം എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവുമ്പോഴേ എന്താ പറയാ, വണ്ടിക്കാർക്ക് കയറി പോകാനൊക്കെ ആയിട്ട്. വീതി കുറവാകുമ്പോ ബ്ലോക്ക് ആകുമ്പോ പോക്ക് നടക്കില്ല. പണ്ടൊക്കെ സിംഗിൾ റൂട്ട് ആട്ടോ, അന്നാണ് ഞാൻ പോന്നിട്ടുള്ളത്. ഇത് 4 വരിയല്ല, അത് മനസ്സിലാക്കണം. ഇവിടെ സെന്ററിൽ മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം ഇങ്ങനെ വെക്കില്ലേ ഫുള്ള്, അത് മൊത്തം പോയതാ. കണ്ടോ ഉണ്ടായിരുന്നു അതൊക്കെ. ഇത് എന്നിട്ട് വണ്ടിയുടെ എന്താ സാധനം വരി പോയിട്ടല്ലോ, വഡ്ഗാർഡൻ കണ്ട്. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും സുഖാർക്കാന്ന് അറിയാം വലിയ വണ്ടിക്കാർ പ്രാർത്ഥിക്കും ഒരു ഹൈവേ കിട്ടിയാൽ ടോള് കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ചേർന്ന് അങ്ങോട്ട് പോയാൽ മതി, വേറെ പ്രശ്നങ്ങളില്ലല്ലോ. ഇത് എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ആ റോഡ് വെറുതെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. എന്താ എഴുതി വെച്ചേക്കണേ, കീപ്പ് റൈറ്റ്. എന്തിനാണാവോ ഇവിടെ കാണിച്ചു വെച്ചേക്കണം. അങ്കം വിട്ട് നോക്ക്. എന്ത് വലിയ വണ്ടി അപ്പുറത്ത്, ചെറുവണ്ടി ഇപ്പുറത്ത്. ഇറക്കത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് കുറയ്ക്കാനുള്ള പരിപാടിക്കാ. അപ്പൊ അല്ലെങ്കിൽ ആ വഴിക്ക് ഈ വഴിക്ക് വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പറ്റാതെ വന്നിട്ടേ
പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് അത് നന്നായി. ഇങ്ങടില്ല കേട്ടോ, കയറ്റത്തേക്ക് ഇല്ല. കാരണം ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, ഇറക്കിറങ്ങുമ്പോൾ കുഴപ്പമില്ലല്ലോ. 30 മൈൽ സ്പീഡാണ് കേട്ടോ ഇവിടുത്തെ ഫുൾ സ്പീഡ്. ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതാണ് ലോറിക്കാരോട് ഇതിലെ പോകും, കാറുകാരോട് അതിലെ പോകാൻ പറഞ്ഞതിന്റെ കാരണം. ഇവർക്ക് സംശയം തോന്നി അവിടെ പിടിച്ചു നിർത്തും. അവർക്കറിയാം, മനസ്സിലായോ? ഗോ സ്ലോ എന്ന് പറഞ്ഞ കേട്ടാ. ക്യാമറ ഉണ്ട് അവർക്ക്, അവിടെ നോക്കി ഏത് വണ്ടി സ്പീഡിൽ പോകണമെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ മൈക്കിൽ വിളിച്ച് പറയാണ് ഇവിടെ. അതേപോലെ ഇപ്പൊ ഇതുണ്ടെന്ന് വിചാരിക്കുക, ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതില് അവിടെ ഇരുന്ന് നോക്കിയിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല പരിപാടിയാ. അപകടം ഉണ്ടാവുമല്ല, ഇത് അപകട മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപകടം കുറയ്ക്കാലോ. അതിന് വേണ്ടിട്ട് ഇങ്ങനെ മൈക്കിൽ വിളിച്ച് പറഞ്ഞ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി എപ്പോഴും അപകടം കുറയൂലോ. അതൊക്കെ നല്ലതാ. ഇങ്ങനെ ഹോൺ അടിക്കുമ്പോ പറയും ചിലപ്പോ ഹോൺ അടിക്കരുതെന്നാ, അല്ല സ്പീഡ് കാണിക്കണ്ടെന്ന്. സ്പീഡ് 30 അവിടെ എഴുതി വെച്ചേക്കണം. ഇതേ കണ്ട ആ വണ്ടികളൊക്കെ അരിച്ചരിച്ചരിച്ചു വരണം. നോക്കിയേ, പണ്ട് കാലത്തെ ഇങ്ങനെ കുഴിയും തിരയൊക്കെ ആയിരുന്നു. കാരണം വണ്ടികൾ ഇങ്ങനെ ജാമായിട്ട് എപ്പോഴും ട്രാഫിക് ജാം വരുമ്പോ വണ്ടി നിൽക്കല്ലേ, റോഡുകൾ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടേ. അപ്പൊ ഈ ഭാഗം ആക്സിഡന്റ് ഇതൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടേ നിർത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഈ വഴിക്കാണ് കേട്ടോ വന്നത്. ഇവിടുന്ന് റൈറ്റ് പോകുന്ന വഴി, അതായത് ഏത് ഡാമ, മേട്ടൂര് വഴിയാണ് കേട്ടോ. ഇനി നമുക്ക് പാലക്കാട് 242 ഇങ്ങനെ വഴിയുണ്ടോ? എങ്ങട് അങ്ങടെ എഴുതി വെച്ചാണോ പാലക്കാട്ടേക്ക്? അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ വഴി ഒരു തെറ്റിച്ചു വിടുന്നു. അപ്പൊ നമ്മൾ പാലക്കാട് നിന്ന് കാണുമ്പോ എന്ത് ചെയ്യും, നേരെ ഇതിലേക്ക് എടുക്കും. അപ്പൊ എവിടേക്ക് പോകും? മേട്ടൂര് വഴിയാ പോകും. കണ്ടോ, ഇതിന് നല്ല ഹൈവേ അടക്കം സേലം വഴി. അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ പാടില്ല അല്ലേ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഇവിടെ മെയിൻ ഹൈവേ അടക്കുമ്പോ അപ്പുറത്തെ അതിൽ വിട്ടിട്ട് ചെറു വഴിക്ക് വിട്ടിട്ട് പാലക്കാട്ടേക്ക് ഇതാണ് മെയിൻ വഴി. കോയമ്പത്തൂര്, പാലക്കാട്, സേലം. ഈ വഴിക്ക് വരുമ്പോ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാട്ടെ ഈ മലയും കാര്യങ്ങളൊക്കെ. എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട്. നമ്മളിവിടെയൊക്കെ നിന്ന് ആദ്യം കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഓർമ്മയുണ്ടാ? ഊണ് കഴിക്കുന്ന സമയം അതിക്രമിച്ചോല്ലോ ഇതേ. ഇനി കാണുന്ന സ്ഥലത്തിട്ട് നിർത്താട്ടോ. ഏതൊരു സ്ഥലമാണെന്ന് തോന്നണു, നല്ല സ്ഥലത്ത് നിർത്താം. ഇത് തൊപ്പൂര് കാടിന്റെ ക്ഷീണൊക്കെ മാറ്റിയ ആൾക്കാരെ വന്ന് കഴിക്കുന്ന സ്ഥലം, ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തുന്ന സ്ഥലം. ഇവിടെ ഹോട്ടൽ ഉണ്ടാവൂലോ, നല്ലതല്ല അതുകൊണ്ടല്ലേ. അപ്പൊ പിന്നെ പറയായിരുന്നില്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല, ഉള്ളിലായ കാരണം. കുഴപ്പമില്ല, അടുത്ത സ്ഥലത്ത് നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത ടോൾ എത്തിട്ടോ. ഇപ്പൊ രണ്ടാമത്തെ സംഭവം ഇവിടെ ഓൺലി ഫോർ കാർ ലൈൻ ഓൺലി. അതെന്താണോ വാലിഡ്, അതെന്താന്ന് മനസ്സിലായില്ല. കാറുകൾക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ആ ലോറിക്കാരനൊക്കെ ബാക്ക് ഇടിപ്പിക്കുന്നു. ലോറിക്ക് അതിൽ മാത്രം, കാറിന് ഇതിൽ മാത്രം. എന്താ പ്രത്യേകത? അതെ, ഇവിടെ ഒരു ബാരിക്കെയർ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പോവാൻ പറ്റില്ല. അത് എന്തിനാണോ? കാറുകാർക്ക് എവിടെ പെടാണ്ട് പോവാൻ വേണ്ടിട്ടാ. അവിടെയൊക്കെ പൈസ എല്ലാത്തിനും എഴുതി വെക്കണ്ടല്ലേ. തമിഴ്നാട് അല്ലെങ്കിൽ കത്തിയ ഫുഡിനാണെങ്കിലും കത്തിയ ഈ കാര്യത്തിന് ആകെ പച്ചക്കറി മാത്രമാ തമിഴ്നാട്ടില് ലാഭമുള്ളൂ എന്ന് എനിക്ക് തോന്നണം. പിന്നെ ഈ കോയമ്പത്തൂര് മറ്റേ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് വേറെ ഒന്നിനും ഒരു ലാഭമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സേലത്തേക്ക് എത്ര കിലോമീറ്റർ അറിയാം? അയ്യോ, സേലം യൂണിവേഴ്സിറ്റി ആണോ? അപ്പൊ സേലം എത്തിയിട്ട് ശരിക്കും എത്ര പെട്ടെന്ന് എത്തണല്ലേ. അതാണ് വ്യത്യാസം. ഹൈവേ കട വന്നാലത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഓടിച്ചെത്താൻ 6.5 മണിക്കൂർ മതിയിട്ട്. 6 മണിക്കൂർ 6.5 മണിക്കൂർ. ശരിക്കും പെട്ടയ്ക്കാണെങ്കിൽ അത്ര പോലും വേണ്ട. എന്നാലും നോർമൽ തിരക്കൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് മതി. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്കൂർ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ആവും, ചിലപ്പോൾ ഒരു ദിവസവും. 6 മണിക്കൂർ വരെ ശരാശരി 6 മണിക്കൂർ ടു അതിൻ്റെ മുകളിലേക്കുള്ള ടൈം. 5:45 5:30 ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴേക്കും വലിയൊരു ബുക്കിൽ എഴുതി കൂട്ടാവുന്ന അത്ര പൈസ ഫൈൻ വരും. സേലം ഫ്ലൈ ഓവറിന്റെ പണിയൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കുറെ ഒക്കെ കഴിഞ്ഞുകൊണ്ട് എത്ര കൊല്ലം മുന്നേ വരുമ്പോൾ തുടങ്ങിയിട്ടുള്ള പണിയാണെന്നറിയാം. കോയമ്പത്തൂർ ഇങ്ങോട്ട് പോകണം, ഈ റോഡ് കോയമ്പത്തൂര് അല്ലേ. നമ്മളെപ്പോഴും തെറ്റിയിട്ട് അവിടേക്ക് പോകും. അവിടേക്ക് പോയിട്ട് നേരെ ടൗണിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കയറും. എന്നിട്ട് വീണ്ടും റൗണ്ട് അടിച്ച് ടൗൺ മൊത്തം അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ടൗണിലൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാറ്. അതാണ് സ്ഥിരം പതിവ്. ഏത് ഇതെങ്ങനെയാണോ? ഇതാ കറക്റ്റ്. സാധാരണ ഇതല്ല കറക്റ്റ് എന്ന് വെച്ചിട്ടേ നമ്മളെപ്പോഴും അപ്പുറത്തേക്കൂടെ അങ്ങനെ പോകുന്നു. ഇതാണ് കറക്റ്റ്. അത് മറ്റേ ഇവിടേക്ക് പോണ വഴിയല്ലേ. ഇത് തെറ്റണ സ്ഥലമാണ്. സേലത്ത് വരുമ്പോ എപ്പോഴും തെറ്റണ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ സ്ഥിരം വന്നു പോണവർക്ക് കുഴപ്പമില്ല. വല്ലപ്പോഴും അവർക്ക് മനസ്സിൽ അത് വെച്ച് വന്നില്ലെങ്കിൽ തെറ്റിപ്പോകും. റെഡി ആയില്ലേ? കോയമ്പത്തൂർ ഉള്ളിൽ കയറിയില്ലേ? അതന്നെ. ഇത് സിറ്റിയുടെ ഉള്ളിൽ ഉള്ളിൽ കയറി വരുന്ന വഴി. ഈ റോഡ് അതാണ് വഴി. അങ്ങനെ നമ്മൾ വീണ്ടും ഈ റോഡ് വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ അവിടെ നിർത്താന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് നോക്കി പോയിട്ടൊന്നുമില്ല. ഇനി അത് നോക്കി പോവാ. ഇനി ചോറ് കിട്ടാണ്ട് വരിക. അല്ലെങ്കിൽ എന്താ ലോഡെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്കും പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാ ലോഡും നമുക്ക് കാണാണ്ട് പറയാൻ പറ്റുമോ? അയച്ചു നോക്കിയാ പറയാം. അവരോട് പറയാം. അയാളുടെ കൈ പുറത്തിട്ട് ഓടിക്കരുതെന്നുള്ള കാര്യം. ഇവിടെ വരെ വന്ന സമയം പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല. അത് ചായയും പലഹാരങ്ങളും ടിഫിനൊക്കെ ഉള്ളത്. മുത്തിന് വെജിറ്റേറിയൻ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് A to B സൂപ്പർ ഫുഡാ. ലേശം റേറ്റ് കൂടിയാലും സംഭവം കലകനാ. അപ്പൊ നമുക്ക് A to B കയറാം. വെജിറ്റേറിയൻ ആണ് കേട്ടോ. നല്ല റേറ്റാ. ഒരു പ്രാവശ്യം ഊട്ടി പോയപ്പോഴാണ് ഇവരുടെ റേറ്റ് മനസ്സിലായത്. തമിഴ്നാട്ടിലെ വെയിലെന്ന് പറഞ്ഞത് വെയിൽ തന്നെയല്ല. ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഈ കാണുന്ന വണ്ടി ഇട്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും അമ്മുത്തിന് പുള്ളിയാ ഇല്ല അല്ലേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാരണം വലിയ പൊള്ളലൊന്നുമില്ല. ഊണുണ്ടോയെന്ന് നോട്ടെ. ഇതാണ് ഹോട്ടൽ കേട്ടോ. അപ്പോൾ ഊണുണ്ടെങ്കിൽ ഊണ് കഴിക്കാം. ഒരു 90% ശരവണഭാവം ഉണ്ടല്ലോ. അതിലൊക്കെ ഈ പറയുമ്പോൾ ബാത്റൂം എന്ന് പറഞ്ഞാൽ തനി തല്ലിപ്പൊളിയാണ്. പക്ഷേ ഈ A to Bയിലെ ബാത്റൂമൊക്കെ ഇല്ല. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മളെവിടെ ശരവണഭവനിൽ പോയിട്ടോ എനിക്ക് ഒക്കെ ഒന്നും ഇഷ്ടമായിട്ടില്ല. ബാത്റൂം തനി പോകാൻ പറ്റാത്ത പരിവായിട്ടാവും കിടക്കണ്ടാവുക. മുത്തിനെ അവിടെ എടുത്ത് ഞാനും ബാത്റൂം വരുന്ന പോയതാണ് കേട്ടോ. അപ്പോൾ ഊണ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞാണോ? പറഞ്ഞാ ഊണ് പറഞ്ഞാ? അതെ. സാപ്പാട് 2 പേര് സാപ്പാട് പറഞ്ഞു. ഇത് വൈറ്റ് റൈസ് ചോറ്. ഇതിനകത്തേക്ക് നീ എന്തിട്ട് ചോദിച്ചേ? സാമ്പാറും ആദ്യം നെയ്യ് ഒഴിച്ചു. നെയ്യ് നല്ല ടേസ്റ്റ്. അത് ഞാൻ ഒരു ടീസ്പൂൺ കഴിച്ചത്. എന്നിട്ട് നെയ്യ് കൂടി ചോറുണ്ടു. അതേപോലെ എന്നിട്ടത് ഇവിടുത്തെ പൊടി ചമ്മന്തി ഇഡ്ലി പൊടി. മുത്ത് സാമ്പാർ കഴിച്ചു. ഇതിന് മുന്നേ മുത്ത് എന്തായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്? നെയ്യും ഈ പൊടി. പൊടി മിക്സ് ചെയ്ത് കഴിച്ചു. പിന്നെ കട്ട തൈരുണ്ട്. പിന്നെ ഇത് അച്ചാർ ഏതാ? നാരങ്ങ. പിന്നെ ഇത് ചമ്മന്തി. എങ്ങനെയുണ്ട് ചമ്മന്തി? നോക്ക് ടേസ്റ്റ് പറ. എങ്ങനെയുണ്ട്? പാവയ്ക്ക കറി. പാവയ്ക്ക വറുത്തരിച്ച് വെച്ചത്. പിന്നെ ഇത് എന്നിട്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ രസമല്ലേ? രസം. പിന്നെ എന്നിട്ട് ഇത് ഇവിടുന്ന് കൂട്ടുകറി, ഒരു മസാലക്കറി ഉണ്ടായിരുന്നു. ആദ്യം ചപ്പാത്തി കിട്ടിയിട്ട് ആ ചപ്പാത്തി മസാലക്കറി. പിന്നെ ചീരയും കടലയും. പിന്നെ ഇത് പാവയ്ക്ക കറി. ഇത് രസം. ഇത് സാമ്പാർ. ഇത് മീൻ വെപ്പാന്നുണ്ട്. എന്തിട്ട് സാധനം?
തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി. ഇത് തോരൻ പോലെ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങാണ് അത്. കായ. അതെ, കായൊക്കെ കൂടിയിട്ട്. നേന്ത്രക്കായല്ല അല്ലേ? കായും ഗ്രീൻ പീസും ഇട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനൊരു മീൽസ് ഇവരുടെ റേറ്റ് 190 രൂപയാണ് കേട്ടോ ഇവരുടെ റേസ്. സംഭവം ചോറും ഊണൊക്കെ നല്ല ബെസ്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കയറിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇവരുടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇത്ര വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് നല്ല ഫുഡ് ആയതുകൊണ്ടും അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല എന്താ പറയുക, മറ്റുള്ള നമ്മുടെ ശരവണവനും ആര്യാസിനേക്കാളൊക്കെ റേറ്റും കാര്യങ്ങളും കൂടുതലാണെങ്കിലും ഫുഡും അതിനുള്ള വ്യത്യാസവും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അതല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമ്മൾ മറ്റിടത്തുനിന്ന് ഊണ് കഴിച്ചായിരുന്നു, അതിനേക്കാളൊക്കെ എത്ര നല്ല ഊണാണ്. ഇത്രയധികം കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സാധാരണ നോർമലി നമ്മുടെ അവിടെയൊക്കെ 110, 120 അത്രയൊക്കെയാണുള്ളൂ. കമ്പാരിറ്റീവ്ലി ഇല്ല, അങ്ങനെ ഒരു സ്റ്റൈലിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ വെച്ചാൽ എന്തായാലും റെഡി ആവില്ല. അതെ, നമ്മുടെ അവിടെ ഭാരതി പോയി ഊണ് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എയിമാട്ടാ. അത് വേണ്ട പറയാൻ. പത്തൻസിലാണെങ്കിലും ഈ രണ്ട് സ്ഥലത്തും ഇതിന് ഇരട്ടി ഇതുണ്ട്. പക്ഷെ കറി ഇത്ര അധികം ഒന്നും ഉണ്ടാവില്ല. അത് വേണ്ട പറയാം, കറി കുറച്ചുണ്ടാവുള്ളൂ. എന്തെങ്കിലും മുത്തിന് പാവയ്ക്ക് വേണ്ടേ? പാവയ്ക്ക് കണ്ണിന് കാഴ്ച നൽകും. നല്ല ബെസ്റ്റ് സാധനമാണ്. വേണ്ട? എന്നാൽ കുഴപ്പമില്ല, കണ്ണാട വെച്ചാൽ നടക്കണേ. അപ്പം എന്തായാലും ഫുഡും കാര്യങ്ങളും കഴിക്കട്ടെ കേട്ടോ. ഇവരുടെ ഫുഡ് മാത്രമല്ല കേട്ടോ, ഇവരുടെ ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ്സ് ഉണ്ട്. സ്വീറ്റ്സൊക്കെ അടിപൊളിയാണെന്നുണ്ട്. അധികം ഞങ്ങൾ കഴിച്ചിട്ടില്ല. കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഗുളിക ഉരുട്ടി വെച്ചിട്ടുള്ള പോലെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വയറ് പൊട്ടിയിട്ട് തിന്നാനും പറ്റില്ല. ഇത് കഴിഞ്ഞപ്പോൾ അവൻ എന്തിനാ കൊണ്ടുവന്ന പായസം കഴിഞ്ഞിട്ട് വേറൊരു സാധനം കൊണ്ടുവന്നത് കേസരി. അത് 3 പ്ലേറ്റ് കൊണ്ടു തന്നു വീണ്ടും. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവരുടെ നെയ്യ് ഇവരെല്ലാം എന്താ പറയുക, മുട്ട ഗീല് മാത്രമാണ് ഉണ്ടാക്കണത്, വേറെ ഒന്നിലും ഇല്ല. അപ്പോൾ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ പറയുക, അത് അടിപൊളിയാണ്. പക്ഷെ ഇതൊക്കെ തൂക്കാൻ 380 500 ഗ്രാം 380 രൂപയാണ്. അത് 500 ഗ്രാമിന്. അപ്പോൾ അതായത് 400, 400, 700, 700 സംതിങ് രൂപയാണ് വില വരുന്നത്. എല്ലാം വെറൈറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മുത്തിന് ആ ഗുലാബ് ജാമ് ഇന്നലെ കഴിച്ചോട് കൂടിയിട്ടേ ഗുലാബ് ജാമ് ഇഷ്ടമായിരുന്നുകൊണ്ട് അപ്പോൾ ആൾ പറഞ്ഞൊരു ഗുലാബ് ജാമ് കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഗുലാബ് ജാമ് ബില്ലടിക്കാൻ പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സ്വീറ്റ്സ് നമ്മളാകെ കേസരിയും പായസം മാത്രമേ ടേസ്റ്റ് നോക്കിയുള്ളൂ, ബാക്കിയുള്ളത് നോക്കിയിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് എന്തായാലും ഗുലാബ് ജാമ് പറഞ്ഞ് കഴിച്ചു നോക്കാം. സംഭവം ഇതൊക്കെ നല്ലതായിരിക്കും. നമ്മുടെ അവിടെ ഇല്ലേ A2B ഉണ്ടല്ലോ, പക്ഷേ ഇതില്ലാന്നുണ്ടല്ലേ, ബേക്കറി ഇല്ലാന്നുണ്ടല്ലേ. എന്തിട്ട് നിൽക്കണേ സാറ്, കുറേ നേരം അതിൽ പോയി നിൽക്കണം. അങ്ങനെ മുത്ത് ഗുലാബ് ജാമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ A2B സാധനം പൊരിയാണോ അല്ലേന്ന് അത് നീ വെറുതെ പറയും. ഇന്ന് ആസ്വാദനം അത്ര പോരാന്ന് പറയാനുള്ള പരിപാടിയാണ്. വെള്ളം കൂടി കഴിക്കുക, വായിലേക്ക് അലിയിച്ചിടും. മതി, എത്ര വെള്ളം മതി, അത്ര വെള്ളം കുടിക്കുന്ന ടേസ്റ്റ് പോവും. അലിക്ക് നല്ലല്ലേ ആ സാധനമില്ലേ ഗുലാബ് ജാം, അതിന് പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റും ഇല്ല. ഈ മധുരമില്ലേ, അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തെ ടേസ്റ്റ് അല്ലാണ്ട് ഗുലാബ് ജാം അടിപൊളിയല്ല. ഇന്നലെ കഴിച്ച ഗുലാബ് ജാം എന്തായിരുന്നു, സൂപ്പർ ടേസ്റ്റ് അല്ലായിരുന്നു ഇന്നത്തെ ഗുലാബ് ജാം. അത് നെയ്യിലിങ്ങനെ കുതിർത്തതായിരുന്നു, അങ്ങനത്തെ അല്ലത്. ഇതിന് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. ഇന്നത്തേക്ക് ഒട്ടും വേണ്ട, മധുരമായ കാരണം ടേസ്റ്റും ഒക്കെ എന്നാ വേണ്ട. കുഴപ്പമില്ല, മുത്തിനൊന്നും പ്രശ്നമില്ല, നമുക്കൊക്കെയാണ് പ്രശ്നം വരും. ഉണ്ട് അതിനകത്ത് അതെ. പക്ഷെ ആ സാധനത്തിന് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഇല്ല. പിന്നെ ഗുലാബ് ജാമുൻ നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഗുലാബ് ജാമുൻ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സേലത്താണുള്ളത്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാ സംഭവം ചെയ്ത് വീഡിയോയ്ക്കുള്ള പുതിയ രീതിയായിട്ട് അടുത്ത ദിവസം കാണാതിരിക്കും.